നമസ്തേ. ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത സാംഖ്യയോഗഃ. ശ്ലോകം 41. വ്യവസായാത്മികാ ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദശ്ച ബുദ്ധയോ അവ്യവസായിനാം. അർത്ഥം: കുരുനന്ദന, ഹേ കൗരവ, ഈ ലോകത്തിൽ ഉന്നത ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനത്തിൽ മുഴുകിയ ബുദ്ധി ഒന്നു തന്നെയാണല്ലോ. ലക്ഷ്യബോധമില്ലാത്തവരുടെ ബുദ്ധികൾ പല ശാഖകളോട് കൂടിയവയും അനന്തങ്ങളും ആകുന്നു. ഇവിടെ യോഗ പരിശീലനത്തിന്റെ പരമരഹസ്യമാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. നിശ്ചയദാർഢ്യത്തോടെ കർമ്മനിരതമാകുന്ന ബുദ്ധി ഏകാഗ്രമാണ്. ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകുന്നവരുടെ ബുദ്ധിക്ക് ഏകാഗ്രത ഉണ്ടാകുന്നു. ആ വ്യക്തിയിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ: താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ പൂർത്തീകരണം. അർപ്പണബോധമില്ലാതെ, നിശ്ചയദാർഢ്യമില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധി പല വഴിക്ക് തിരിഞ്ഞ് അനന്തമായ ചിന്തകളിൽ മുഴുകുന്നു. ബ്രഹ്മത്തിൽ ഉറച്ച് വിശ്വസിച്ച് സർവത്ര സമദർശനം നേടുന്ന ബുദ്ധിക്ക് സമചിത്തത എന്ന യോഗം കൈവശമാക്കാൻ കഴിയും. ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച് ഏകാഗ്രതയിൽ അന്യഥാ ദുർലഭമായ ശാന്തിയും ആനന്ദവും കൈവരിക്കാനാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ശ്ലോകം 42. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. ശ്ലോകം 43. കാമാത്മാനഃ സ്വർഗപരാജന്മ കർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. ഹേ അർജുന, മൂഢന്മാരും വേദവാദങ്ങളിൽ മുഴുകിയവരും മറ്റൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരും പഞ്ചേന്ദ്രിയങ്ങളുടെ സന്തുഷ്ടിയിൽ മുഴുകിയവരും സ്വർഗകാംക്ഷികളും നല്ല ജന്മം, സത്കർമ്മം എന്നീ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ ഭോഗൈശ്വര്യപ്രാപ്തിയെ കുറിച്ച് യാതൊരു ഈ പുഷ്പിതമായ വാക്കിനെ പറയുന്നു. അതായത്, അർജുന, സാധാരണ ജനങ്ങൾ ഈശ്വരാർപ്പണമായ കർമ്മത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കെൽപ്പുള്ളവരല്ല. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം ശരിയെന്ന് സിദ്ധാന്തിക്കുന്ന അവർ ഫലേച്ഛയോടെയുള്ള യാഗാദി കർമ്മങ്ങളിൽ മുഴുകുന്നു. ഭൗതിക സുഖാനുഭൂതിക്കു വേണ്ടി മദ്യവും മഹിളമാരും സുലഭമായ സ്വർഗലോകം കാക്ഷിച്ചുകൊണ്ടവർ ജ്യോതിഷ്ഠോമാദി യാഗങ്ങൾ ചെയ്യുന്നു. സാധാരണ ജനങ്ങൾ വേദങ്ങളുടെ ലക്ഷ്യം തന്നെ സ്വർഗലോകപ്രാപ്തിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അജ്ഞന്മാർ സ്വർഗീയ സുഖങ്ങളിൽ ആകൃഷ്ടരായിത്തീരുന്നു. അവർ ഈ ഭൂമിയിൽ തന്നെ ഭൗതിക സുഖങ്ങളിൽ മുഴുകിപ്പോകുന്നു. സുഖ ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്നവർ എൻ്റെ ഈ വാക്കുകളെ അപലപിക്കുന്നു. ശ്ലോകം 44. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധിഃ സമദൗ ന വിധീയതേ. അർത്ഥം: സുഖഭോഗങ്ങളിലും സമ്പത്തിലും ആസക്തിയുള്ളവരും ഇക്കാര്യങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സുള്ളവരുമായ ആളുകൾക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന കാര്യത്തിൽ സ്ഥിരോത്സാഹമുള്ള ബുദ്ധി ഉണ്ടാകുന്നില്ല. അർത്ഥം: ആ വിധം ഭൗതിക സുഖങ്ങളിൽ മുഴുകിയവരും അവയാൽ ആകർഷിക്കപ്പെട്ട മനസ്സുള്ളവരുമായ സാധാരണക്കാർക്ക് ആത്മജ്ഞാന സമ്പാദനത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക സാധ്യമേ അല്ല. ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിപ്പോകുന്ന മനസ്സിനെ അവയിൽ നിന്നും പിന്തിരിപ്പിച്ച് പരമാത്മധ്യാനത്തിൽ ഏകാഗ്രമാക്കുക സുഖകരമല്ല. അവർക്ക് ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകാനുള്ള മനോഭാവം തന്നെ ഉണ്ടാകുന്നില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി
സമാധിയിൽ മുഴുകാനും അവർക്ക് കഴിയുകയില്ല. ശ്ലോകം 45. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ത്വോ നിര്യോഗക്ഷേമാത്മവാൻ. ഹേ അർജുന, വേദങ്ങൾ ത്രിഗുണങ്ങളെ വിഷയമാക്കുന്നവയാണ്. നീ ത്രിഗുണങ്ങൾക്ക് അതീതനായി ദ്വന്ദ്വരഹിതനും സദാ ആധ്യാത്മിക തലത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ലാഭത്തിലും ഭദ്രതയിലും ആശയില്ലാത്തവനും ആത്മനിഷ്ഠനുമായി ഭവിക്കുക. അർത്ഥം: അർജുന, വേദങ്ങൾ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ, അതാണ് ഇവിടെ ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളെ വിഷയമാക്കിക്കൊണ്ട് സ്വർഗസുഖപ്രാപ്തിക്ക് വേണ്ടിയുള്ള യജ്ഞാദി കർമ്മങ്ങൾ വിധിക്കുന്നു. പക്ഷെ അവയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്. നീ ത്രിഗുണങ്ങൾക്കും അതീതനായി തീരണം. സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജയപരാജയങ്ങൾ, എന്റേതെന്നും അന്യന്റേതും എന്നുമുള്ള ചിന്തകൾ, ഇവയ്ക്കെല്ലാം അതീതനാകണം. ആധ്യാത്മിക തലത്തിൽ നിന്റെ മനസ്സെപ്പോഴും വ്യാപരിക്കണം. ആത്മചിന്തനത്തിൽ നീ മുഴുകണം. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം 45 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ.